എല്ലാവർക്കും നമസ്കാരം. ഞാൻ വന്നിരിക്കുന്നത് GCD കോയിനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പ്ലാനുകളെ കുറിച്ച് സംസാരിക്കാനാണ്. ഇത് സംബന്ധിച്ച് സംസാരിക്കുന്നത് GCDയുടെ ഫൗണ്ടറായ ജയകുമാർ സാറാണ്. GCDയെ കുറിച്ച് കൂടുതൽ അറിയുവാൻ താല്പര്യമുള്ളവർ താഴെ വാട്സപ്പ് ഗ്രൂപ്പ് ലിങ്ക് കൊടുക്കുന്നുണ്ട്, അതിൽ ജോയിൻ ചെയ്യുക. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. GCDയുടെ അഞ്ചാമത്തെ പ്രൊജക്റ്റാണ് ഹോസ്പിറ്റൽ. അത് അലോപ്പതിയും ആയുർവേദിക്കുമാണ്. അപ്പൊ ഇത്തരം ഒരു മേഖല നമ്മൾ തിരഞ്ഞെടുക്കാൻ കാരണം നമുക്കറിയാം, ഇന്ന് അസുഖമില്ലാത്ത ഒരു കുടുംബം പോലും ഇല്ല. എന്തെങ്കിലുമൊക്കെ ആയിട്ട് അസുഖമുള്ള കുടുംബങ്ങൾ ഇന്നത്തെ ചുറ്റുപാടിലുള്ളതാണ്. ഷുഗർ ആയിക്കോട്ടെ, പ്രഷർ ആയിക്കോട്ടെ, മറ്റുള്ള അസുഖങ്ങളായിക്കോട്ടെ, ക്യാൻസർ ആയിക്കോട്ടെ, അതെല്ലാം തന്നെ നമ്മുടെ നാടിന്റെ ഏറ്റവും വലിയൊരു ശാപമാണ്. കാരണം ആരോഗ്യമുള്ള ഒരു ജനതയുണ്ടെങ്കിലേ ആരോഗ്യമുള്ള ഒരു സമൂഹം ഉണ്ടാവുള്ളൂ. അപ്പൊ അത്തരത്തില് നമ്മൾ ചിന്തിക്കേണ്ട ഒത്തിരി കാര്യമുണ്ട്. ഇപ്പൊ തന്നെ പല ഹോസ്പിറ്റലുകളും വലിയൊരു ബിസിനസ്സാക്കി മാറ്റിയിരിക്കുകയാണ്. ഒരു പേഷ്യൻസിനെ കിട്ടിക്കഴിഞ്ഞാൽ ഏതെല്ലാം ടെസ്റ്റുകൾ നടത്താവോ അതെല്ലാം നടത്തുകയും അവരിൽ നിന്ന് വലിയൊരു തുക ഈടാക്കുകയും ചെയ്യുന്ന ചുറ്റുപാടാണ് മിക്കവാറും പ്രൈവറ്റ് മേഖലയുള്ളത്. ഗവൺമെന്റ് ആശുപത്രിയിലാണെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള സർവീസും കിട്ടാറില്ല. നമ്മളെല്ലാം പറയുമെങ്കിലും പക്ഷെ ചില ഹോസ്പിറ്റൽ ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. നമുക്കറിയാവുന്ന ചില ഗവൺമെന്റ് ചില മെഡിക്കൽ കോളേജൊക്കെ നല്ല നല്ല പ്രവർത്തനം ചെയ്യുന്നുണ്ട്, അതില്ലെന്ന് പറയുന്നില്ല. പക്ഷെ എന്നാലും ഭൂരിഭാഗവും ഹോസ്പിറ്റലുകളും, അത് പ്രൈവറ്റ് ആയിക്കോട്ടെ ഗവൺമെന്റ് ആയിക്കോട്ടെ, ഗവൺമെന്റിലെ ഹോസ്പിറ്റലുകൾ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള മെഡിസിൻ ഒന്നും കിട്ടാൻ മാർഗമൊന്നുമില്ല. തന്നെയല്ല, ചില ഡോക്ടേഴ്സ് തന്നെ അവരുടെ ചില പേഴ്സണലായിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ സമ്പത്ത് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് പേഷ്യൻസിനോട് കൂടുതൽ പൈസ ഈടാക്കുന്ന ഒരു ചുറ്റുപാട് നമ്മൾ കാണാറുണ്ട്. പ്രൈവറ്റ് മേഖലയിലാണെങ്കിലും കാര്യങ്ങൾ വ്യത്യസ്തമൊന്നുമല്ല. അവർ കൂടുതൽ അവരുടെ ബിസിനസ് കൂടുതൽ വളർത്താനും സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാനും പരമാവധി അവർ പേഷ്യൻസിനെ ഉപയോഗിക്കുകയും ചെയ്യണം. എന്നാൽ ചില ഹോസ്പിറ്റലുകൾ നല്ല സർവീസ് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇന്ന് ഏതൊരു കുടുംബം നമ്മൾ നോക്കിക്കഴിഞ്ഞാലും ഒരു രോഗി പോലും ഇല്ലാത്ത ഒരു കുടുംബം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതാണ് ഇന്നത്തെ അവസ്ഥ. അപ്പൊ ഈ ഒരു സിറ്റുവേഷനില് GCD ടോക്കന്റെ കീഴിൽ വരുന്ന ഹോസ്പിറ്റൽ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ആയുർവേദ ഹോസ്പിറ്റൽ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ആയുർവേദമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ, ഇതെല്ലാം തന്നെ നമുക്കൊരു പേഷ്യൻസിന് ആവശ്യമുള്ള ചികിത്സ മാത്രം കൊടുക്കുക എന്നുള്ളതാണ്. നമുക്ക് സമ്പത്ത് ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യം നമുക്കില്ല. ഈ ഹോസ്പിറ്റലിൽ പരമാവധി GCD ടോക്കൺസിന്റെ മെമ്പേഴ്സിനെല്ലാം തന്നെ അവർക്ക് രജിസ്ട്രേഷൻ ഫീസോ മറ്റുള്ള ഒന്നും ഉണ്ടാകില്ല. അത്യാവശ്യം ട്രീറ്റ്മെന്റ് മാത്രം ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അത്തരത്തിലാണ് നമ്മുടെ ഈ അഞ്ചാമത്തെ പ്രൊജക്റ്റ് ആയിട്ടുള്ള ഹോസ്പിറ്റല് നമ്മൾ പ്ലാൻ ചെയ്തത്. അപ്പൊ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു മേഖലയാണ് ഇന്ന് ഹോസ്പിറ്റൽ. നമുക്കറിയാം, സാധാരണ ഒരു വ്യക്തി ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ അതിന്റെ ബില്ല് എത്രയാവും നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഇൻഷുറൻസ് ഒക്കെ ഉള്ള ആൾക്കാർക്ക് കുഴപ്പമില്ല, അവർക്കത് ചിലപ്പോൾ കവർ ചെയ്തു പോകും. അതല്ലാത്ത ആൾക്കാർക്ക് ചില ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും, പക്ഷെ അത് പല പല ടെസ്റ്റും ഒക്കെ നടത്തി അവസാനം ആ ട്രീറ്റ്മെന്റിലേക്ക് പോകുമ്പം ലക്ഷങ്ങൾ ചിലപ്പം മുടക്കേണ്ട അവസ്ഥ വരും. അതോടെ ആ കുടുംബം തകർന്നു പോകും. അവർക്കത് ചികിത്സിക്കാണ്ടിരിക്കാൻ പറ്റിയല്ല, ചികിത്സയെല്ലാം മതിയാവും. പക്ഷെ ആ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് എന്നും അവർ ആ കുടുംബത്തെ നശിപ്പിക്കുകയും ചെയ്യും. അപ്പൊ ഇതെല്ലാം ഒരു പരിധി വരെയെങ്കിലും GCDയുടെ കീഴിൽ വരുന്ന ഈ ഹോസ്പിറ്റലുകളെല്ലാം തന്നെ നല്ല സർവീസും അത്യാവശ്യം വേണ്ട ട്രീറ്റ്മെന്റ് മാത്രം കൊടുക്കുക എന്നുള്ളതാണ്. അതല്ലാതെ കണ്ട് ഒരു പേഷ്യൻസിനെ കിട്ടിക്കഴിഞ്ഞാൽ അവരെ മാക്സിമം പിഴിഞ്ഞെടുക്കുക എന്നുള്ള നയമേ അല്ല. കാരണം അങ്ങനെ പിഴിയേണ്ട കാര്യം നമ്മുടെ പ്രസ്ഥാനത്തിനില്ല. കാരണം ഇവിടെ 10 രൂപ ലാഭം കിട്ടിയാലും 1 രൂപ ലാഭം കിട്ടിയാലും ഈ GCD ടോക്കൺ കൈവശം വെച്ചവരിലേക്കാണ് ഇതെല്ലാം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അധിക ലാഭം ഉണ്ടാക്കേണ്ട കാര്യമില്ല. നമ്മൾ ചെയ്യുന്നത് നല്ല സർവീസ് ജനങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയാം, ഇവിടെ നിരവധി നല്ല നല്ല ഡോക്ടേഴ്സ് ഉണ്ട്, നല്ല നേഴ്സന്മാരുണ്ട്. ഇവരൊക്കെ നമ്മുടെ കൂടെ നിൽക്കും. ഇവരൊക്കെ നമുക്ക് ആവശ്യമുള്ള സ്ഥലങ്ങളിൽ, ഈ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇത്രയും വിസ്തൃതവും ഇത്രയും സംസ്ഥാനമുള്ള രാജ്യങ്ങളിൽ സംസ്ഥാനങ്ങളിൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള ചെറിയ ചെറിയ ഹോസ്പിറ്റലൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് പോകാൻ പറ്റും. എത്രത്തോളം നമുക്ക് ജനങ്ങൾക്ക് നല്ല സർവീസ് കൊടുക്കാൻ സാധിക്കുന്നു, അതെല്ലാം തന്നെ ഈ നമ്മുടെ GCD ടോക്കന്റെ കീഴിൽ വരുന്ന ഈ ഹോസ്പിറ്റലിനൊക്കെ സാധിക്കുകയും ചെയ്യും.
ഇതൊക്കെ തന്നെയാണ് നമ്മൾ ഈ ഒരു 5ാമത്തെ പ്രൊജക്റ്റായിട്ടുള്ള ഈ ഹോസ്പിറ്റൽ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്.